ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 68 വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഏത് മനഃശാസ്ത്ര ചിന്താധാരയാണ് മുന്നോട്ട് വെച്ചത്? ഓപ്ഷൻ ഡി, ഗസ്റ്റാൾട്ട് സിദ്ധാന്തം ട്ടോ. ഇനി അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നത് വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യത്യാസം. അടുത്തത് 70ാമത്തെ ചോദ്യം. ബ്രൂണറുടെ ആശയ രൂപീകരണ പ്രക്രിയ പിന്തുടരുന്ന ടീച്ചർ 5ാം ക്ലാസ്സിലെ ത്രികോണത്തിന്റെ പ്രത്യേകതകൾ പഠിപ്പിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് ബോർഡിൽ എഴുതി. ഇത് ഏത് ഘട്ടത്തെ സൂചിപ്പിക്കുന്നു? ഇത് ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി എന്ന് പറയുന്നത് പ്രതീകാത്മകത ഘട്ടമാണ്. കാരണം ഇവിടെ പ്രതീകങ്ങൾ യൂസ് ചെയ്തിട്ടല്ലോ. ആംഗിൾ ആ രീതിയിലാണ് ആശയങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി ഈക്വൽ ടു 180 എന്ന് എഴുതുന്നത് ഓപ്ഷൻ സി പ്രതീകാത്മക ഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. അടുത്ത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്നത് ഏത്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ബേസ് ആണ് കേട്ടോ. ബേസ് ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്തത്, ഏഴാം ക്ലാസ്സിലെ ലീഡറാണ് വിദ്യ. ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി അവർ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ്, സഹകരണ മനോഭാവം, അനുതാപം എന്നീ കഴിവുകളും വിദ്യയിലുണ്ട്. വിദ്യയുടെ ഈ കഴിവുകൾ എങ്ങനെ സൂചിപ്പിക്കുന്നു? ഇത് വിദ്യയുടെ വൈകാരിക ബുദ്ധിയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ബഹുമുഖ ബുദ്ധികൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചതാണ് ആര്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഹവാർഡ് ഗാർണർ മുന്നോട്ട് വെച്ചതാണ് ബഹുമുഖ ബുദ്ധികൾ. ഹവാർഡ് ഗാർണറുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പീറ്റർ സലോവ, ജോൺ മേയർ എന്നിവ വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ഓക്കെ, ഇമോഷണൽ ഇന്റലിജൻസ്, വൈകാരിക ബുദ്ധി എന്ന കാര്യം മുന്നോട്ട് വെച്ചു. വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ്, വികാരങ്ങളെ തിരിച്ചറിയാനുള്ള ഔചിത്യപൂർവം പ്രകടിപ്പിക്കാനുള്ള ശേഷി, ആശയവിനിമയ ശേഷി മൂലം മറ്റുള്ളവരുടെ ശ്രദ്ധയും വിശ്വാസവും പിടിച്ചു പറ്റാനുള്ള കഴിവ്, നർമ്മബോധത്തോടെ ജീവിത പ്രതിസന്ധികളെ നേരിടാനുള്ള ശേഷി, ചുമതലകൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവ്. ഈ കഴിവുകളൊക്കെ ആർക്കുണ്ടായിരുന്നു? നമ്മളുടെ വിദ്യക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിദ്യക്ക് എന്ത് പറയുന്നത്? വൈകാരിക ബുദ്ധിയാണ് കൂടുതലെന്ന്. ആശയ സംഘർഷങ്ങളെ ആരോഗ്യപരവും ക്രിയാത്മകവുമായ രീതിയിൽ പരിഹരിക്കുവാനുള്ള ശേഷിയും ആർക്കുണ്ട്? വിദ്യക്ക് ഉണ്ടായിരുന്നു. സോ വൈകാരിക ബുദ്ധി, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്തത്, സഹപാഠികളുടെ ചെറു സംഘം ഒരു പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? അത് സഹകരണാത്മക പഠനമായിട്ട് നമുക്ക് പഠനമാണ് നമുക്ക് പറയാം. സഹപാഠികളെ ചെറുസംഘം ഒരു പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നു. ഇത് നമ്മൾ സഹകരണാത്മക പഠനം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. കേരളത്തിലെ സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടൽ ഏതാണ്? കേരളത്തിലെ സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് സ്കൂൾ വിക്കിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ മുഴുവൻ പാഠപുസ്തകങ്ങൾ ഡിജിറ്റൽ റിസോഴ്സുകളും പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഭ്യമാക്കുന്ന ഓൺലൈൻ പോർട്ടലാണ് എന്തെന്ന് പറയുന്നത്? സമഗ്രയിലൂടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കിട്ടും. ഇനി എല്ലാ ഭാഷകളിലും ലാഭേച്ഛിതമില്ലാതെ സ്വതന്ത്ര സമ്പൂർണമായ ഒരു വിജ്ഞാന കോശമാണ് എന്തെന്ന് പറയുന്നത്? വിക്കിപീഡിയ. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏതാണ്? സിമാറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സംവിധാനം സജീവമായി നിലനിർത്തുന്നതിനും പുഷ്ടിപ്പെടുത്തുന്നതിനുമായി നിലകൊള്ളുന്ന വിവിധ ഏജൻസികളാണ് എന്ത്? SCERT, സിമാറ്റ്, കൈറ്റ്, SIET. ഇതില് നമുക്ക് വിദ്യാഭ്യാസ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം അത് സിമാറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ എ.
അടുത്ത ചോദ്യം, ശാസ്ത്ര പഠനത്തിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഫെറ്റ് ആണ് കേട്ടോ. ഫെറ്റ് ആണ് ശാസ്ത്ര പഠനവുമായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. അടുത്തത്, ജന്മന അംഗവൈകല്യമുള്ള കുട്ടി നഴ്സറി ക്ലാസ്സിൽ പോകുന്നില്ല. അതിനാൽ 1ാം ക്ലാസ് എത്തിയപ്പോൾ മറ്റു കുട്ടികളെ പോലെ ഭാഷാശേഷി നേടാൻ കഴിഞ്ഞില്ല. വികസനത്തിന്റെ ഏത് തത്വവുമായി ഇതിനെ ബന്ധപ്പെടുത്താം? ഇത് നമുക്ക് പറയാം, വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം കേട്ടോ. അതായത് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം എന്ന് പറയാം. അതായത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോർഷൻ ആണ്. വികസനം ക്രമീകൃതമാണ്. വികസനം പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വികസനം വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന് മറ്റൊന്നിനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, 79. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങൾ കൃത്യമായി ഓർത്തെടുക്കാൻ കുട്ടി ഏതു തരം ഓർമ്മയാണ് ഉപയോഗിക്കുന്നത്? കുട്ടി ഏതു തരം ഓർമ്മയാണോ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 79 അർത്ഥപരമായ ഓർമ്മയാണ്. അർത്ഥപരമായ ഓർമ്മയാണ് കുട്ടി എടുക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത്? പ്രത്യേക പരിഗണന വേണ്ട കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഏത് രീതിയാണെന്നാണ്? സാങ്കേതിക സമീപനം, വ്യക്തിഗത ബോധന സമീപനം, ബഹു ഇന്ദ്രിയ സമീപനം. നമുക്ക് ഏത് പറയാം? കുട്ടികൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണ്ട കുട്ടികൾക്ക് നമുക്ക് ഏതാണ് വേണ്ടത്? ഇപ്പോൾ സൂചിപ്പിച്ച എല്ലാം നമുക്ക് വേണ്ടിവരും. അതായത് ശാരീരികമോ ബുദ്ധിപരമോ വികസനപരമോ അല്ലെങ്കിൽ സാമൂഹികപരമോ ആയ കാരണങ്ങളാൽ സമപ്രായക്കാരേക്കാൾ കൂടുതൽ ശ്രദ്ധയും പരിഗണനയും ആവശ്യമുള്ള കുട്ടികളാണ് ആര്? സ്പെഷ്യൽ ചിൽഡ്രൻ. ഓക്കെ, അവര് ചൈൽഡ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്നാണ് നമ്മൾ പറയാ. ഇത്തരം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് വളർച്ച കുറച്ച് വൈകിയായിരിക്കും. ആശയവിനിമയത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ വൈകാരിക വ്യവഹാര മേഖലകളിലെ പരിമിതികൾ ഉണ്ടാവും. പഠന മേഖലകളിലെ പ്രയാസങ്ങൾ ഉണ്ടാവും. പൊതുവേദിയിൽ ആത്മവിശ്വാസക്കുറവുണ്ടാവും. അപ്പൊ നമുക്ക് ഈ എല്ലാ സമീപനവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, which of the following is not a sub skill of reading? റീഡിങ്ങിന്റെ ഒരു സബ് സ്കിൽ അല്ല. അത് ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. കോംപ്രിഹെൻഷൻ, ഫ്ലൂവൻസി, ഡീകോഡിംഗ്, ഇത് മൂന്നും എന്താണ്? റീഡിങ്ങിന്റെ സബ് സ്കിൽ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ മാത്രം റീഡിങ്ങിന്റെ സബ്സ്ക്രിപ്ഷൻ അല്ല, സബ് സ്കിൽ അല്ല. Sometimes I have to work harder and even more ever before, pushing my own limits, and yes, I do experience burnout. The word burnout denotes in the sentence. ഞാൻ മുമ്പത്തേക്കാളും ഇപ്പൊ കൂടുതൽ വർക്ക് ചെയ്യണം, ഇത്തരം എന്നേക്കാൾ വളരെയധികം ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ ആ സമയങ്ങളിൽ ഞാൻ ഒരു ബേൺ ഔട്ട് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ആ ബേൺ ഔട്ട് എന്ന വാക്കിന് അർത്ഥം എക്സോഷൻ ആണ് കേട്ടോ. ഞാൻ ടോട്ടലി എക്സോസ്റ്റഡ് ആയി, ഞാൻ എന്റെ എനർജി ഒക്കെ പോയി, എനിക്ക് മതിയായി എന്ന് പറയില്ലേ, ആ ഒരു സിറ്റുവേഷൻ എക്സോഷൻ. ബേൺ ഔട്ടിന്റെ മറ്റൊരു വാക്ക്. അടുത്തത് 83. He will have reached Dubai by next Wednesday. Identify the tense of sentence. അവര് അടുത്ത ബുധനാഴ്ച ആകുമ്പോഴേക്കും എവിടെ എത്തിയിട്ടുണ്ടാവും? ദുബായ് എത്തിയിട്ടുണ്ടാവും എന്നാണ് പറയണത്. അപ്പൊ ഇത് ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചർ ഇവിടെ ഹാവ് റീച്ച്ഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ വിൽ ഹാവ് റീച്ച്ഡ് ആണെങ്കിൽ അവിടെ എന്താണ്? പെർഫെക്റ്റ് ആണ്. കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ING ഫോം ഉണ്ടാവും കേട്ടോ. ING ഫോം ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് വിൽ ഹാവ് റീച്ച്ഡ് എന്ന് പറയുമ്പോൾ എന്തായി?
ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയി. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ വിൽ റീച്ച് അങ്ങനെ വരുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. The professor spoke for hours but could not communicate with his students. Which phrasal verb could be used as a substitute for the word communicate? Communication നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു വേർഡ് ആണ് ഗെറ്റ് അക്രോസ്. ഗെറ്റ് അക്രോസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളതിന് ഉപയോഗിക്കാവുന്ന മറ്റൊരു വേർഡ് ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. This has been a wonderful event. I stand before you to speak dash all of us tonight. അപ്പോ beside എന്ന് പറഞ്ഞാൽ അരികെ, toward എന്ന് പറഞ്ഞാൽ അങ്ങോട്ട്, for എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി, ബൈ. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് I stand before you to speak for all of us tonight. ഇവിടെ ഉത്തരം വരുന്നത് എ ബി ആണ് കേട്ടോ, അല്ല ബി ആണ്. ആർക്കെങ്കിലും, നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയോ, നമ്മൾ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നു എന്നുള്ള ഒരു അർത്ഥമാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? ഫോർ എന്ന പ്രൊപ്പോസിഷൻ ആണ് ഉപയോഗിക്കുക. ഹീസ് ഡാഷ് ബെസ്റ്റ് ആക്ടർ ഐ നോ. നമ്മളോട് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്ത് പറയാണ്. ബെസ്റ്റ് എന്ന വാക്ക് വരുമ്പോൾ നമ്മൾ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം? ദ തന്നെ യൂസ് ചെയ്യണം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ബെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ, ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുമ്പോൾ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ബെസ്റ്റ് ആണ് അവിടുത്തെ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോ ബെസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ദ തന്നെ യൂസ് ചെയ്യണം. An example of intrinsic motivation would be. Intrinsic motivationന്റെ എക്സാമ്പിൾ ആണ് എന്ത്? Playing cricket because you love it, going work for money, helping others, hoping for praise, going at it because you were asked. ഇതില് ബി സി ഡി ഇത് മൂന്നും എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് പറയുന്നതാണ് എന്ത്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ. നമ്മുടെ ഉള്ളിൽ നമുക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ചെയ്യുന്നതാണ് എന്ത്? ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിറ്റർമിനർ? ഈ പറയുന്നതിൽ ഏതാണ് ഒരു ഡിറ്റർമിനർ? നമ്മൾ ഡിറ്റർമിനർ എന്ന് പറയുന്നത് നൗണിന്റെ മുമ്പിൽ യൂസ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, നൗണിന്റെ മുമ്പിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെയുള്ള ഡിറ്റർമിനർ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ആണ് കേട്ടോ, ദിസ്. ദിസ് ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. There used to be a time when I dash run 3 miles at a stretch. ഒരു കാലത്ത് ഞാൻ 3 മൈൽ വരെ ഓടാറുണ്ടായിരുന്നു. എനിക്ക് ഓടാൻ കഴിയുമായിരുന്നു എന്നാണ് പറയണത്. അപ്പോ വില്ലല്ല വരിക, അതായത് യൂസ്ഡ് ടു എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ കഴിയുമായിരുന്നു, എനിക്ക് 3 മൈൽ വരെ, ഒറ്റ സ്ട്രെച്ചിൽ 3 മൈൽ വരെ ഓടാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഫുഡാണ് നമ്മൾ യൂസ് ചെയ്യുക. കഴിയും എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ക്യാൻ. അതിന്റെ പെർഫെക്റ്റ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഫുഡാണ് യൂസ് ചെയ്യുക. അതായത് പണ്ട് ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഫുഡ്. അടുത്ത്, ലാംഗ്വേജ് ടെസ്റ്റ് ദാറ്റ് അസസ് എ പേഴ്സണൽ പ്രാക്ടിക്കൽ ലാംഗ്വേജ് സ്കിൽസ് ആൻഡ് ലാംഗ്വേജ് കോമ്പിറ്റൻസി ആർ കോൾഡ്. നമ്മള് ലാംഗ്വേജ് ടെസ്റ്റ് നമ്മൾ പറയുന്നതാണ് എന്ത്? പ്രൊഫിഷ്യൻസി ടെസ്റ്റ് കേട്ടോ, പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അറിയാം. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം പഠന കാര്യത്തിൽ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവ്, അതായത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇന്ന കാര്യം കുട്ടിക്ക് മനസ്സിലാവണം എന്നുള്ള രീതിയിൽ എടുത്ത് ആശയങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് എന്താ? അച്ചീവ്മെന്റ് ടെസ്റ്റ്. അടുത്ത ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുണ്ടാവും. ഏത് ഫീൽഡിലാണ് അഭിരുചി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആണ് ലാംഗ്വേജ് ടെസ്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. ബന്ധുജനങ്ങൾ മുഴുവനും ഈ പ്രേമബന്ധത്തിൽ എന്നോട് എതിർത്തു നിൽക്കൂ. പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തുട്ടുകളാണെന്ന് പോലും.
ഏത് കഥാപാത്രത്തിൻ്റെതാണ് ഈ വരികൾ എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ചന്ദ്രിക. ചങ്ങമ്പുഴയുടെ പ്രശസ്തമായ ചങ്ങമ്പുഴയുടെ രമണൻ, അതില് കഥാനായികയുടെ വാക്കുകളാണ്: ബന്ധുജനങ്ങൾ മുഴുവനും ഈ പ്രേമബന്ധത്തിൽ എന്നോട് എതിർപ്പു നിൽക്കൂ, പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തുട്ടുകളാണെന്ന് പോലും. അടുത്ത്, കാക്കനാടൻ ആരുടെ തൂലികാനാമം? കാക്കനാടൻ ആരുടെ തൂലികാനാമമാണ്? ഓപ്ഷൻ ഡി ജോർജ് വർഗീസ് ആണ് കേട്ടോ. ജോർജ് വർഗീസ് ആണ് തൂലികാനാമം. അതിൽ വി അയ്യപ്പൻ കോവിലൻ എന്നാണ് അദ്ദേഹത്തിന്റെ തൂലികാനാമം എന്ന് പറയുന്നത്. വി അയ്യപ്പൻ കോവിലൻ. ജോർജ് വർഗീസ് കാക്കനാടൻ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ മധ്യമ പുരുഷൻ ഉദാഹരണം ഏത്? നിന്റെ, എന്റെ, അദ്ദേഹം, എനിക്ക്. ഇതില് മധ്യമ പുരുഷൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് പേഴ്സണെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരാളോട് പറയുന്നത്, ഞാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ ആരാണ്? പ്രഥമ പുരുഷൻ. ഫസ്റ്റ് പേഴ്സൺ ആരാണ് ഇവിടെ? ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഉത്തമ പുരുഷൻ എന്നാണ് നമ്മൾ പറയാം. ഉത്തമ പുരുഷൻ. ഞാൻ, ഞങ്ങൾ, നാം, നമ്മൾ, എന്റെ. അതായത് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് പറയുമ്പോൾ സംസാരിക്കുന്ന ആള് തന്നെ അതിനെ കുറിച്ച് പറയുമ്പോഴാണ് ഉത്തമ പുരുഷൻ വരിക. ഉത്തമ പുരുഷൻ വരിക. ഇവിടെ ഉത്തമ പുരുഷൻ എന്റെ, എനിക്ക്, അതൊക്കെ ഉത്തമ പുരുഷനാണ്. ഓപ്ഷൻ. ഇനി മധ്യമ പുരുഷൻ എന്ന് പറയുന്നത് ഞാൻ രണ്ടാമതൊരാളോട് പറയുന്നത്, നേരിട്ട് തന്നെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? മധ്യമ പുരുഷൻ എന്ന് പറയുന്നത്. ഏതാളിനോടാണോ സംസാരിക്കുന്നത് അയാളുടെ പേരിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ്. അതായത് നിന്റെ, നീ, നിങ്ങൾ, താങ്കൾ, താൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? മധ്യമ പുരുഷനാണ്. അടുത്ത് പ്രഥമ പുരുഷനുണ്ട്. രണ്ടുപേർ നമ്മൾ സംസാരിക്കുന്നത് വേറൊരാളെ കുറിച്ച് സംസാരിക്കും. രണ്ടുപേര് വേറൊരാളെ കുറിച്ച്. അവൻ, അവൾ, അവർ, അത് എന്ന് പറയുന്നത് എന്താണ്? പ്രഥമ പുരുഷനാണ്. ഓക്കെ, മൂന്നാമത്തെ ഒരാളെ കുറിച്ച് സംസാരിക്കുന്നത് അദ്ദേഹം. ഇതിൽ ഓപ്ഷൻ സി എന്താണ്? പ്രഥമ പുരുഷനാണ്. അപ്പൊ മധ്യമ പുരുഷൻ ഉദാഹരണം ഓപ്ഷൻ എ ആണ്, നിന്റെ. അടുത്തത്, ജോർജ് ഓണർകൂറിന്റെ ആത്മകഥ ഏത്? ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥ ഓപ്ഷൻ സി ഹൃദയരാഗങ്ങളാണ് കേട്ടോ. ഹൃദയരാഗം. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് എന്ത്? ഭൂമിയുടെ സ്പന്ദനം, പ്രണയത്തിന്റെ കനൽ വഴികൾ, കാമന. ഇതൊക്കെ. അപ്പൊ ആത്മകഥകൾ ഒന്ന് നോക്കി വെക്കുക. എന്റെ കഥ മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ് കേട്ടോ. മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ്. അതുപോലെ കർമ്മഗതി, കണ്ണീരും കിനാവും എന്ന് പറയുന്നത് VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ്. അതുവരെ ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയാണ്. ഓർമ്മയുടെ ഓളങ്ങൾ ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയാണ് കേട്ടോ. ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയാണ്. അടുത്തത്, കണ്ണുനീർ എന്ന അർത്ഥം വരുന്ന പദം. കണ്ണുനീർ എന്ന അർത്ഥം വരുന്ന പദം ലോചമാണ് കേട്ടോ. ലോചമാണ് കണ്ണുനീർ എന്ന അർത്ഥം വരുന്ന പദം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത്? എല്ലാ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. ഇവിടെ എല്ലാ മാസവും ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാസം തോറും ഉപയോഗിക്കാം. ഇവിടെ എല്ലാ മാസം തോറും എന്നുള്ളത് എന്താണ്? തെറ്റായ ഭാഗമാണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, നാറാണത്ത് ഭ്രാന്തൻ എന്ന കവിത കുട്ടികൾക്ക് നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്ന അധ്യാപകനിലെ ഏത് സമ്പ്രദായത്തെയാണ് അത് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ ബി ക്രീഡാരീതി. ഓപ്ഷൻ ബി ആണ്, ക്രീഡാരീതിയാണ് ഉത്തരം. അടുത്തത്, ഭാഷാപരമായി ബുദ്ധിയുള്ള വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്ത താഴെ സൂചിപ്പിക്കുന്നത് ഏതാണ്? ഭാഷാപരമായി
കുട്ടികളുടെ വളർച്ച ഉണ്ടാകാൻ നമുക്ക് പ്രഭാഷണങ്ങൾ ഉപയോഗിക്കാം, സെമിനാറുകൾ ഉപയോഗിക്കാം, അഭിമുഖം ഉപയോഗിക്കാം. പക്ഷെ ഗ്രാഫുകൾ നമ്മൾ വരയ്ക്കുകയല്ല ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഭാഷാപരമായി കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്തത് ഗ്രാഫുകളാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏത് ഭാഗമാണ്? നിരന്തര വിലയിരുത്തൽ, വാർഷിക വിലയിരുത്തൽ, ടേം വിലയിരുത്തൽ, അതുപോലെ മേൽ പറഞ്ഞവ ABC ഒന്നുമല്ല. ഇവിടെ ടേം വിലയിരുത്തലല്ല, വാർഷിക വിലയിരുത്തലല്ല, നിരന്തര വിലയിരുത്തലാണ്. പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ചെയ്യുന്ന എല്ലാ വർക്കിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സോ അത് നിരന്തര വിലയിരുത്തലിന് എക്സാമ്പിൾ ആണ്. പഠന പ്രക്രിയയിലെ എല്ലാ ഉൽപ്പന്നങ്ങളും, അതായത് ആ കുട്ടിയുടെ സെമിനാർ, അസൈൻമെന്റ്, വർക്കുകൾ, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതില് നിരന്തര വിലയിരുത്തലാണ്. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നതിന്റെ സമീപനം ഏത് സമീപനമാണത് എന്നാണ് ചോദ്യം. 100ാമത്തെ ചോദ്യമാണ് ഓപ്ഷൻ സി, ഉദ്ഗ്രഥിത സമീപനം. വിവിധ പാഠ്യപദ്ധതികൾ സമീപനം, അതില് ഉദ്ഗ്രഥിത സമീപനമാണ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അതായത് വിവിധ വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം അവ പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയും കൂടുതൽ കുട്ടികളിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉദ്ഗ്രഥിത സമീപനമാണ് അതില് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലെ ചാക്രിക സമീപനം നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഒരു ആശയത്തിന്റെ കാഠിന്യം കൂട്ടി പഠിപ്പിക്കുന്നതാണ് എന്ത് ചാക്രിക സമീപനം എന്നുള്ളത്. അതിനെ രേഖീയ രീതി എന്നും പറയാറുണ്ട് കേട്ടോ, രേഖീയ രീതി എന്നും പറയാറുണ്ട്. ഇനി ഇപ്പോഴുള്ള പാഠ്യപദ്ധതി എന്ന് പറയാൻ ശിശു കേന്ദ്രീകൃതമാണ്. ശിശു കേന്ദ്രീകൃത സമീപനമാണ് എന്ത് ഇപ്പോഴുള്ള പാഠ്യപദ്ധതി എന്ന് പറയുന്നത്. അത് ഉൽപ്പന്നാധിഷ്ഠിതമാണ്, പ്രക്രിയാധിഷ്ഠിതമാണ്. ഓക്കെ, ഉദ്ഗ്രഥിത സിദ്ധാന്തം എന്ന് പഠന രീതി എന്ന് പറയുന്നതാണ് എന്ത് എല്ലാ വിഷയങ്ങളിലും ഒരുമിച്ച് പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. നമ്മുടെ 2ാമത്തെ ടെസ്റ്റ് സീരീസ് റിവിഷൻ പേപ്പർ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.